ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഓണമിങ്ങെത്തി. ഇപ്പം നമ്മളിത് ഉത്രാടത്തിൻ്റെ അന്ന് തലേ ദിവസത്തെ ചിരമങ്ങൾ ആരംഭിച്ചു. വറുക്കാനും എല്ലാമായിട്ട് അച്ഛനും അമ്മയും മകനും കൂടെ കായൊക്കെ അരിഞ്ഞ് വറുക്കുന്നു. പിന്നീട് നമ്മൾ ചെറുകറിക്കുള്ള പ്ലാനുകളിട്ട് ഇവരിത് ചീട ഉരുട്ടുന്നുണ്ട്. കപ്പ വറുക്കാനൊക്കെ ഉണ്ട്. കപ്പയുമൊക്കെ ചീടയുമൊക്കെ ഉരുട്ടിയെടുത്ത് കപ്പയൊക്കെ പൊളിച്ച് നമുക്കത് കപ്പ അരിയുകയാണ്. അതിന് ശേഷമാണ് നമ്മളിങ്ങനെ കപ്പയൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം ചെറുകറികളൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കാവറയൊക്കെ കഴിഞ്ഞു. ചെറുകറികൾ ഞാൻ ഓരോന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അകത്തുള്ള പരിപാടികൾ എനിക്കുള്ളതാണ്. അതൊക്കെ ചെയ്ത് ശേഷം നമ്മൾ ഓരോന്ന് മുളക് കറി അതും ഇതുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി. ഞങ്ങളിത് തിരുവോണത്തിന് രാവിലെ അമ്പലത്തിൽ പോയി വന്നു, സദ്യ ഉണ്ടു. അതിനുശേഷം ഞങ്ങൾ കടമാട്ടി പ്ലാനായിട്ട് പട്ടക്കളി കൈകൊട്ടിക്കളി ഞങ്ങൾ തുടങ്ങി. ആ കൈകൊട്ടിക്കളിയാണ് ഇവിടെ. കൈകൊട്ടിക്കളിക്ക് ശേഷം നമ്മളൊരു പാട്ടും കൂടിയൊക്കെ നടത്തും. അതിനുശേഷം ഞങ്ങളുടെ ചേട്ടൻ്റെ വക ഒരു ആശംസകൾ. ചേട്ടായി ഓണത്തെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷനൊക്കെ ഇടുന്നുണ്ട്. തന്റെ പ്രജകളെ കാണുവാൻ വരുന്ന മഹാബലിമന്നനെ എതിരേൽക്കുവാൻ കൊട്ടും കുരവിയും ആർപ്പുവിളിയുമായി മാളർ ഒരുങ്ങുകയാണ്. ഇതെല്ലാം കഴിഞ്ഞു. തിരുവോണം കഴിഞ്ഞു. ഉത്രാടം ഇന്ന് അവിട്ടമാണ്. അല്ല, ഉത്രാടം പിന്നീട് വീണ്ടും ഞങ്ങൾ വട്ടക്കളി അങ്ങ് നടത്തി. വീണ്ടും ഒരു കൈകൊട്ടിക്കളി കൂടി നടത്തി. കളിക്ക് ശേഷം സുഗമാദേവി ആലപിച്ച് ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. ഉച്ചയോടുകൂടിയായിട്ടാണ് വീണ്ടും ഗാനങ്ങൾ ചേട്ടായി അനിയനും കൂടെ പാട്ടുകളൊക്കെ പാടി. ചേട്ടായുടെ ഒരു പഴന്തമിഴ് പാട്ട് കഴിയും. അതിലെ ഒരു നിലവർമ്മയുടെ മയങ്ങിയൊക്കെ വന്നപ്പോഴേക്കും ഇവിടെ ഓണത്തിൻ്റെ ക്ഷീണം കാരണം ശേഷം എല്ലാവരും നല്ല മയക്കത്തിലേക്ക് മാറി. ഓണം ഞങ്ങൾ TV അവിടെ വാർത്തയിലുണ്ട്. ഇവിടെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഞാനിതെല്ലാം വന്ന് നോക്കി. അച്ഛനാണെങ്കിൽ ഇവിടെ ഇരുന്നുറങ്ങുകയാണ്. ഇതൊക്കെയായിരുന്നു ഞങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ TV ഓൺ ചെയ്തു. ഞാൻ എൻ്റെ പരിപാടിയിലേക്ക്